Hi, good morning. Thank you Lord. Vijay Karo here. Devathanandi Stotram. ഇന്ന് ഞാൻ ക്ലിനിക്ക് വന്ന് സ്പെഷ്യലി ഒരു പേഷ്യന് വേണ്ടി ഈ പേഷ്യന് വേണ്ടി സ്പെഷ്യലി ഇന്ന് എന്റെ ക്ലിനിക് ഡേ ഇല്ല. പുള്ളി L4 L5 S1 നല്ല രീതി കംപ്രഷൻ ആണ്. If we go through fast करो zoom करो नहीं this portion L4 L5 L5 S1. So here it is compression, rest of is correct. It mild retrolisthesis above. So it took मेरे ट्रीटमेंट इंदा എടുത്താന്ന് मेरे इंदा ट्रीटमेंट എടുത്താന്ന് ഉദാ दिखा करता जैसे बात करते हैं इंदा ट्रीटमेंट എടുത്താന്ന് मेरे ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല. അവിടെ ഇന്നലെ പോയി എക്സ്റേ ഇഞ്ചക്ഷൻ എടുത്തു. ആശുപത്രി പോയല്ലോ, ഡോക്ടറെ കാണിച്ചല്ലോ, അതാണ് ചോദിക്കുന്നത്. അവിടെ അതാ പറഞ്ഞ ട്രീറ്റ്മെന്റ്, അതന്നെ പറഞ്ഞ ട്രീറ്റ്മെന്റ്. നിങ്ങൾ ആശുപത്രി പോയി ഡോക്ടറെ കാണിച്ചല്ലോ, എക്സ്റേ എടുത്ത് ഡോക്ടറെ കാണിച്ചു, ഡോക്ടറെ മെഡിസിൻ തന്നു. ഓക്കെ, കുറവായില്ല. ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഒരു 3 ആഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. 3 ആഴ്ച. ശരി, നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇപ്പൊ നമ്മൾ തൽക്കാലം ഇനിക്കാൻ ശ്രമിക്കും, നോക്കട്ടെ അങ്ങനെ അവസ്ഥ നോക്കാം. തന്നെ ഒട്ടേക്ക് ഇനിക്കാൻ നോക്കാം, നോക്കട്ടെ ഇനിക്കാൻ ഒക്കത്തില്ല. ഓക്കെ, ഞാൻ സഹായിക്കാം. കാലത്താണ് വെച്ചിട്ട് എഴുന്നേറ്റ് ഞാൻ ചെറിയ സപ്പോർട്ട് വരുന്നു. You can see, dear friends, he is not able to sit by own. Someone has to give support to him. എനിക്ക് ഒന്ന് 2 സ്റ്റെപ്പ് നടന്നു നോക്കിയേ. ഒരക്ഷയില്ല, ഒന്ന് ശ്രമിച്ച്. ഇരിക്കാൻ നോക്കലില്ല. അല്ലാതെ കയ്യിൽ സപ്പോർട്ട് കൊടുക്കാതെ ഇരിക്കാൻ നോക്കലില്ല. ഇരിക്കാൻ നോക്കൂ, പിടിക്കാതെ ഇരിക്കാൻ നോക്കത്തില്ല. ഒന്ന് സഹായിച്ചു കൊടുക്കും. നടക്കാൻ പോസിബിൾ ഇല്ല. ഓക്കെ, ഇരിക്കും. Dear friends, the condition is very severe. You can see over here. നമ്മുടെ കണ്ടീഷൻ നോക്കുമ്പോൾ പുള്ളിക്ക് സ്വന്തമായിട്ട് ഇരിക്കാൻ ഒക്കത്തില്ല, ബെഡിൽ കിടന്ന് ഇരിക്കാൻ ഒക്കത്തില്ല, നടക്കാൻ ദൂരെ. നമുക്ക് മാക്സിമം എന്താ ചെയ്യാൻ നോക്കും. കിടക്കും. ഓക്കെ, ഇനി ശ്വാസം പിടിച്ച് നിർത്തിയിട്ട് കാൽ താഴെ ആക്കി വെച്ചിട്ട് ഇരിക്കാൻ നോക്കും. വെള്ളം കൊടുത്ത് ഇനിച്ചോണ്ടായിട്ട് പേടിക്കണ്ട. ഇനി ഇനിച്ചോ സ്വയം ഇരിക്കാൻ നോക്കൂ. ഇതുവരെ ഇരിക്കാൻ ഒക്കറില്ല, നിങ്ങളുടെ മുമ്പ് അങ്ങനെ കാണിച്ചു. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. കൈ കുത്തിന് ആവശ്യമില്ല. നേരത്തെ നിങ്ങൾ പറഞ്ഞാലും കൈ കുത്താതെ ഇരിക്കാൻ ഒക്കത്തില്ല. കൈ മാറ്റി ഇരുന്ന് കാണിച്ച് ഇപ്പൊ കുറച്ച് ഇരിക്കാൻ നോക്കൂ. ഓക്കെ, ഇനി ശ്വാസം പിടിച്ച് നിർത്തിയിട്ട് ഈ മുട്ടിന്റെ മുകളിൽ കൈ വെക്കണം. രണ്ടൊക്കെ ഇങ്ങനെ ആടണം. ഇങ്ങനെ ആടി ചന്തി പൊക്കി എണ്ണിക്കണം, ചാടി എണ്ണിക്കണം. എണിച്ചോ, പേടിക്കണ്ട, എണിച്ചോ. പതുക്കെ സ്വന്തം വിടാനോ, പതുക്കെ മുണ്ട് മടക്കിക്കോ. അല്ല, ഇവിടെ നിങ്ങൾ കൊണ്ടുവന്നിക്കുന്ന അവസ്ഥ, ആ അവസ്ഥയാണ് നേരെ ഹോസ്പിറ്റൽ അഡ്മിഷൻ. അവിടെ തന്നെ ഇനി 10 ദിവസം കിടക്കണം. ഇനി അത് സർജറി വേറെ ഒരു മാർഗമില്ല. ആ അവസ്ഥയാണ് നിങ്ങൾ കൊണ്ടുവന്നത്. നിങ്ങളുടെ മുമ്പാണ് കിടക്കുന്നത്. പുള്ളിക്ക് ഇരിക്കാൻ ഒപ്പമില്ലാന്ന്, ഇരിക്കാൻ ഒപ്പമില്ലാന്ന്, നിൽക്കാൻ ഒപ്പമില്ലാന്ന്. ഓക്കെ, ഇനി നോക്ക് എന്നെ പറയുന്നത്. ശ്വാസം പിടിച്ച് നിർത്തിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചരിഞ്ഞ് നടന്ന് നോക്കും. കണ്ണ് തുറക്കും, കിടക്കില്ല. കണ്ണ് തുറന്നു നടന്നു. ഇനി എന്തോ പ്രശ്നം നടക്ക്.
ഈ അവസ്ഥ ഇല്ലാതെ ഇവിടെ കൊണ്ടുവന്നത് നടന്നു. ഇനി എന്താ നടന്നു? ഇനി സമയം കിട്ടോ? ഓരോ ദിവസമൊക്കെ എനിക്ക് ഇത്ര ചെയ്യാനേ ഒക്കും. ഇനി പുള്ളി ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് വീട്ടിൽ പോയി ചെയ്ത ഒരു 10 ദിവസം ഒരാഴ്ച ഇനി ചെറിയ വേദന കാണൂ. ആ വേദന കുറയണമെങ്കിൽ പറയുന്ന പോലെ വീട്ടിൽ പോയി ചെയ്യണം. So, dear friends, I already shared his video. When he came to us, 3-4 people holded him and came here. He was not able to sit, he was not able to stand, or he is not able to raise his body from the bed. പുള്ളിക്ക് തനിയെ ബെഡിൽ കിടന്ന് ഇരിക്കാൻ ഒക്കത്തില്ലായിരുന്നു. ബെഡിന്റെ മോളി സ്വന്തമായിട്ട് ഇരിക്കാൻ ഒക്കത്തില്ലായിരുന്നു. ബെഡിനെ സ്വന്തമായിട്ട് ഇനിച്ച് നടക്കാൻ ഒക്കത്തില്ലായിരുന്നു. ഇവരുടെ എല്ലാ ആൾക്കാരും കൂടെ ഉണ്ട്. ചോദ്യം എല്ലാവരും ഇതിന്റെ അവസ്ഥ ഇത്തന്നെ അവസ്ഥയില്ല. ഇപ്പൊ കുറച്ച് നടക്കാൻ നോക്കുമല്ലോ. ഇപ്പൊ നിങ്ങൾ ഇന്നോ ഏത് അവസ്ഥ ഇവിടെ വന്നു, ഇന്നോ അവസ്ഥയാണ്, ഇപ്പൊ ഇന്നോ ഉണ്ട് നിങ്ങളുടെ വായിക്കുക. ഇപ്പൊ നല്ല കുറവുണ്ട്. ഇപ്പൊ നടക്കാൻ ഓട്ടുന്നുണ്ട്, എഴുതിച്ച് സ്വന്തമായിട്ട് എഴുതിച്ചിരുന്നു. മൊത്തത്തിൽ നല്ല വ്യത്യാസമാണ്. ഏത് അവസ്ഥയിലാണ് നിങ്ങൾ വന്നത് ഇവിടെ? എഴുതിച്ചിരിക്കാനും വയ്യ, നടക്കാനും വയ്യാത്ത കണ്ടീഷനായിരുന്നു. എഴുതിച്ചിരിക്കാനും വയ്യ, സ്വന്തമായിട്ട് നടക്കാനും വയ്യ, പിടിച്ചാലേ നടക്കുള്ളൂ. ഇപ്പം നടക്കുന്നുണ്ട്. സോ താങ്ക് യു ലോർഡ്. ദൈവത്തിന് നന്ദി. ഞാനൊന്നും ചെയ്തില്ല, സൗഖ്യം കൊടുക്കുന്ന ദൈവമാണ്. ഞാൻ എന്റെ എല്ലാം ശക്തി. ഇനി കുറച്ച് ഫിസിയോതെറപ്പി, റെസ്റ്റ്, ചൂടൊക്കെ പിടിക്കണം. വീട്ടിൽ പോയി അത് ചെയ്താൽ വിതിൻ 1 week വിൽ ബി ഓൺലൈൻ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.